ഈ ഒരിടയ്ക്ക് ഏറ്റവും കൂടുതൽ ഹൈപ്പ് ചെയ്തിറക്കിയ ഒരു സ്മാർട്ട് ഫോൺ OnePlus Nord തന്നെയാണ്. ഇത്രയും ഹൈപ്പ് OnePlus 8 OnePlus 8 Proയ്ക്കോ ഉണ്ടായിരുന്നില്ല എന്നത് സത്യം തന്നെ. അപ്പോൾ അവസാനം OnePlus Nord ഇന്ത്യയിൽ ഇറങ്ങിയിരിക്കുകയാണ്. OnePlusന്റെ ഏറ്റവും പുതിയ ഫോണായ OnePlus Nord എങ്ങനെയുണ്ട്? ഈ ഫോൺ വാല്യൂ ഫോർ മണിയാണോ? ഈ ഫോൺ വാങ്ങണോ അതോ വേണ്ടയോ എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും ഓൺ ഫോൺസിന്റെ അടുത്ത വീഡിയോയുടെ സ്വാഗതം. നമ്മുടെ വീഡിയോയുടെ എടുക്കുന്ന മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കുക. ആദ്യം നമുക്ക് ഈ ഫോണിന്റെ ഡിസ്പ്ലേയും ഡിസൈനും നോക്കാം. OnePlus Nordൽ നമുക്ക് ലഭിക്കുന്നത് ഒരു 6.44 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് AMOLED ഡിസ്പ്ലേ ആണ്. ഇതൊരു 90 ഹെർട്സിന്റെ ഡിസ്പ്ലേ ആണ്. ഇതൊരു ഡുവൽ പഞ്ച് ഹോളുള്ള ഡിസ്പ്ലേ ആണ്. അതായത് രണ്ട് സെൽഫി ക്യാമറയാണ് നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നത്. ആ രണ്ട് സെൽഫി ക്യാമറ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിൽ ഷേപ്പ് നോച്ച് ആണ് നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നത്. ബാക്കിലോട്ട് വരികയാണെങ്കിൽ ഈ ഫോൺ കണ്ടാൽ നമുക്ക് തോന്നുന്നത് ഇതൊരു Realme ഫോണാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിലെ ക്യാമറ ലേഔട്ട് എല്ലാം ഒരു Realme ഫോണിൽ കാണുന്ന പോലെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സാധാരണ OnePlusന്റെ ഡിസൈൻ ലാംഗ്വേജിൽ നിന്ന് മാറി ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഡിസൈൻ അല്ലെങ്കിൽ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് നമുക്ക് ഈ ഫോൺ ലഭിക്കുന്നത്. ഈ ഫോണിന്റെ ബാക്കിൽ നമുക്ക് ലഭിക്കുന്നത് കോണിംഗ് ഗൊറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷനുള്ള ഗ്ലാസ് ആണ്. ഈ ഫോണിന്റെ സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പ്ലാസ്റ്റിക് ഫ്രെയിമാണ് ഈ ഫോണിൽ ലഭിക്കുന്നത്. അല്ലാതെ ബാക്കിയുള്ള OnePlus ഫോണുകളിലെ പോലെ 8 ആയാലും 8 Pro ആയാലും അതിലൊക്കെ ഉണ്ടായിരുന്ന പോലത്തെ ഒരു മെറ്റൽ ഫ്രെയിം അല്ല ലഭിക്കുന്നത്. ഇനി നമുക്ക് ഈ ഫോണിന്റെ സ്പെക്സിലോട്ട് എടുക്കാം. ഈ ഫോൺ പവർ ചെയ്ത് കോൾകോമിന്റെ ഏറ്റവും പുതിയ മിഡ് റേഞ്ച് ചിപ്സെറ്റായ സ്നാപ്ഡ്രാഗൺ 765G എന്ന് പറഞ്ഞ ചിപ്സെറ്റാണ്. ഇത് കോൾകോമിന്റെ 8 സീരീസിലെ ചിപ്സെറ്റുമായിട്ട് നമുക്ക് അത്രയ്ക്കും കമ്പയർ ചെയ്യാൻ പറ്റില്ലെങ്കിലും അതുമായിട്ട് ക്ലോസ് ആയിട്ട് വരുന്ന ഒരു ചിപ്സെറ്റാണ്. സ്നാപ്ഡ്രാഗൺ 845 ഒക്കെ ആയിട്ടൊന്ന് ക്ലോസ് ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ചിപ്സെറ്റ് തന്നെയാണിത്. എന്നിരുന്നാലും ഇപ്പോൾ ഉള്ള 855 865 ഒന്നും ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല എന്ന് മാത്രം. ഇതൊരു 5G ചിപ്സെറ്റാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് OnePlus Nordൽ 5G സപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. ഈ ഫോൺ നമുക്ക് 3 വേരിയൻസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ബേസ് വേരിയന്റ് ആയിട്ട് ലഭിക്കുന്നത് ഒരു 6GB RAM 64GB ഇന്റർണൽ സ്റ്റോറേജ് ഉള്ള വേരിയന്റ് ആണ്. അടുത്തത് ഒരു 8GB RAM 128GB ഇന്റർണൽ സ്റ്റോറേജ് ഉള്ള വേരിയന്റ്. ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് 12GB RAM 256GB ഇന്റർണൽ സ്റ്റോറേജ് ഉള്ള ഹയർ എൻഡ് വേരിയന്റ്. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന റാം എന്ന് പറഞ്ഞാൽ LPDDR4X റാം ആണ്. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന സ്റ്റോറേജ് UFS 2.1 സ്റ്റോറേജ് ആണ്. കുറച്ച് പഴയ വെർഷനാണ്. ഇപ്പോൾ ബാക്കിയുള്ള കോമ്പറ്റീറ്റേഴ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ UFS 3.0 സ്റ്റോറേജ് വരെ കൊടുത്തു തുടങ്ങി. ഇനി ഈ ഫോണിന്റെ ക്യാമറയിലോട്ട് എടുക്കുക. OnePlus Nordൽ നമുക്ക് ലഭിക്കുന്ന ഒരു 48 മെഗാ പിക്സലിന്റെ ക്വാഡ് ക്യാമറ സെറ്റപ്പാണ്. പ്രൈമറി ക്യാമറ ആയിട്ട് ഒരു f1.8 അപ്പേർച്ചറുള്ള സോണി IMX 586 എന്ന് പറഞ്ഞ 48 മെഗാ പിക്സൽ സെൻസറാണ് ഇതിൽ പ്രൈമറി ക്യാമറ ആയിട്ട് ലഭിക്കുന്നത്. ഇത് നമ്മൾ OnePlus 8ലും OnePlus 7Tയിലും OnePlus 7ലും ഒക്കെ കണ്ട സെയിം ക്യാമറ സെൻസറാണ്. ഈ OnePlus ഫോണുകളിൽ മാത്രമല്ല ഒട്ടുമിക്ക ഫോണുകളിലും യൂസ് ചെയ്യുന്ന സോണിയുടെ 48 മെഗാ പിക്സൽ സെൻസറാണ്. അതുകൊണ്ട് അതിൽ സ്പെഷ്യലായിട്ടൊന്നുമില്ല. OnePlus 8ൽ യൂസ് ചെയ്യുന്ന അതേ സെൻസർ എന്നൊക്കെ പറയുമെങ്കിലും ഇത് നമ്മൾ Note 7 Pro Redmi Note 7 Proയിൽ വരെ യൂസ് ചെയ്ത അതേ ക്യാമറ സെൻസറാണെന്ന് ഓർക്കണം. സ്പെഷ്യലായിട്ടൊന്നുമില്ല എന്നല്ല, ഈ ഫോൺ നമുക്ക് OIS സപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. ബാക്കിയുള്ള ഒരു കോമ്പറ്റീറ്ററുടെ കയ്യിലും ഇല്ലാത്തൊരു ഫീച്ചറാണ് ഇത്. OIS അതോ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ. അതായത് ഈ ഫോണിൽ എടുക്കുന്ന ഫോട്ടോസും വീഡിയോസൊക്കെ കുറച്ചുകൂടെ സ്റ്റെബിലൈസ്ഡ് ആയിരിക്കും. ഫോട്ടോസ് സ്റ്റെബിലൈസ്ഡ് എന്നല്ല, നൈറ്റ് മോഡിലൊക്കെ കുറച്ചുകൂടെ ബെറ്റർ ഇമേജസ് ക്യാപ്ചർ ചെയ്യാൻ നമുക്ക് OIS ഹെൽപ്പ് ചെയ്യും. സെക്കൻഡറി ക്യാമറ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ഫോണിൽ നമുക്ക് ലഭിക്കുന്നത് ഒരു 8 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ് ക്യാമറയാണ്. അടുത്ത സെക്കൻഡറി ക്യാമറ എന്ന് പറഞ്ഞാൽ ഒരു 2 മെഗാ പിക്സലിന്റെ മാക്രോ സെൻസറാണ്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഒരു 5 മെഗാ പിക്സലിന്റെ ഡെപ്ത് സെൻസറാണ്. ഫ്രണ്ടിലോട്ട് വന്നാൽ ഞാൻ ആദ്യം പറഞ്ഞു ഈ ഫോണിൽ ലഭിക്കുന്ന ഒരു ഡുവൽ ക്യാമറ സെറ്റപ്പാണ്. ഫ്രണ്ടിൽ ഒരു 32 മെഗാ പിക്സലിന്റെ പ്രൈമറി ക്യാമറ, ഒരു 8 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ് ക്യാമറ. ബാറ്ററിയുടെ കാര്യം നോക്കാം. ഈ ഫോൺ നമുക്ക് ലഭിക്കുന്ന ഒരു 4115 mAh ബാറ്ററിയാണ്. ഈ ഫോണിൽ നമുക്ക് 30 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഉണ്ട്. 30 വാട്ടിന്റെ വാർപ്പ് ചാർജ് 30T എന്ന് പറയുന്നത് നമ്മൾ OnePlus 7T, OnePlus 8, OnePlus 8 Pro ഇതിലൊക്കെ കണ്ട സെയിം ഫാസ്റ്റ് ചാർജിങ് സൊല്യൂഷൻ തന്നെയാണ് നമുക്ക് ഈ ഫോണിലും ലഭിക്കുന്നത്. ഇനി നമുക്ക് മിസ്സലേനിയസ് കാര്യങ്ങൾ നോക്കാം. OnePlusന്റെ ഒരു ഡിഫറൻഷിയേറ്റിംഗ് ഫീച്ചർ ആയിരുന്നു അലേർട്ട് സ്ലൈഡർ. ആ അലേർട്ട് സ്ലൈഡർ അതേപോലെ നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നുണ്ട്. OnePlusന്റെ ബാക്കി എല്ലാ ഫോണുകളും നമുക്ക് സ്റ്റീരിയോ സ്പീക്കർ സെറ്റപ്പാണ് ലഭിച്ചിരുന്നെങ്കിൽ ഇത്തവണ നമുക്ക് ഒരു മോണോ സ്പീക്കർ മാത്രമേ ലഭിക്കുന്നുള്ളൂ. താഴെ ഒരു മോണോ സ്പീക്കർ മാത്രമാണ് നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നത്. ഈ ഫോണിൽ നമുക്ക് ഹെഡ്ഫോൺ ജാക്ക് ലഭിക്കുന്നില്ല. പോരാത്തതിന് ഈ ഫോണിൽ നമുക്ക് എക്സ്പാൻഡബിൾ മെമ്മറിയും ലഭിക്കുന്നില്ല. ഇനി നമുക്ക് ഈ ഫോണിന്റെ വിലയിലോട്ട് അടക്കാം. ബേസ് വേരിയന്റ് 6GB RAM 64GB ഇന്റർണൽ സ്റ്റോറേജ് ഉള്ള വേരിയന്റിന്റെ വില എന്ന് പറഞ്ഞാൽ 24,999 രൂപയാണ്. അടുത്ത വേരിയന്റ് 8GB RAM 128GB ഇന്റർണൽ സ്റ്റോറേജിന്റെ വില 27,999 രൂപയാണ്. ഏറ്റവും ഹയസ്റ്റ് വേരിയന്റ് 12GB RAM 256GB ഇന്റർണൽ സ്റ്റോറേജ് ഉള്ള വേരിയന്റിന്റെ വില 29,999 രൂപയാണ്. വില നോക്കുകയാണെങ്കിൽ നമ്മളെല്ലാവരും എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ ഒരു നൈസ് പ്രൈസിങ് തന്നെയാണ് OnePlus ഇത്തവണ കൊടുത്തിരിക്കുന്നത്. ആ ഒരു 6GB RAM 64GB ഇന്റർണൽ സ്റ്റോറേജ് എന്നൊരു വേരിയന്റിന് പകരം ഒരു 6GB RAM 128GB ഇന്റർണൽ സ്റ്റോറേജ് ആയിരുന്നു കുറച്ചുകൂടെ ബെറ്റർ.
കാരണം നമുക്ക് 2020 ഈ ഒരു സമയത്ത് ഒരു 64 GB സ്റ്റോറേജ് ആയിരിക്കും ഒട്ടും തികയാൻ സാധ്യതയില്ല, പ്രത്യേകിച്ച് ഈ ഒരു ബഡ്ജറ്റ്. പക്ഷേ ഏറ്റവും ഹയസ്റ്റ് വേരിയന്റ് 12 GB RAM 256 GB സ്റ്റോറേജിന്റെ വില കിടിലം തന്നെയാണ്, അത് പറയാതിരിക്കാൻ പറ്റില്ല. ഈ ഫോൺ എപ്പോൾ വാങ്ങാൻ സാധിക്കും എന്നായിരിക്കും അടുത്ത ചോദ്യം. അത് ഓഗസ്റ്റ് 4 തൊട്ടാണ് ഇന്ത്യയിൽ അവൈലബിൾ ആവുക. ആമസോണിലും OnePlus.inലും OnePlusന്റെ ഓഫ്ലൈൻ സ്റ്റോറുകളിലും 1-2 സ്റ്റോറുകളും എന്നിരുന്നാലും. പക്ഷേ ഒരു ട്വിസ്റ്റ് ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഈ വരുന്ന ഓഗസ്റ്റ് 4 നമുക്ക് 6 GB RAM 64 GB ഇന്റർണൽ സ്റ്റോറേജ് വേരിയന്റ്, അതായത് ബേസ് വേരിയന്റ് നമുക്ക് ഈ ഒരു ദിവസം അവൈലബിൾ ആയിരിക്കില്ല. അത് സെപ്റ്റംബറിൽ മാത്രമേ അത് ലോഞ്ച് ചെയ്യുന്നുള്ളൂ. ഇനി നമുക്ക് ഈ ഫോണിന്റെ കോമ്പറ്റീറ്റേഴ്സ് ആയിരിക്കും നോക്കാം. Realme X3 Super Zoom, Realme X3, Redmi K20 Pro, Samsung Galaxy A51, Vivo V19, Oppo Reno 2C. ഇതിൽ നമുക്ക് ഈ ഫോണുമായിട്ട് ഡയറക്റ്റ് ഒന്ന് കമ്പയർ ചെയ്യാൻ പറ്റുന്നത് Realme X3 Super Zoom, Redmi K20 Pro ആണ്. വേണമെങ്കിൽ Realme X2 Proയും കൂടെ എടുക്കാം, പക്ഷേ അതിൻ്റെ റേറ്റ് കുറച്ച് കൂടുതലാണ്. അപ്പോൾ നമുക്ക് നേരെ Realme X3 ആയിട്ടൊന്ന് കമ്പയർ നോക്കാം. Realme X3 നമുക്ക് ലഭിക്കുന്നത് Snapdragon 855+ ആണ്. നമ്മൾ OnePlus 17 കണ്ട അതേ പ്രോസസ്സർ, അതായത് കുറച്ചുകൂടെ മച്ച് ബെറ്റർ പ്രോസസ്സറാണ് നമുക്ക് Realme X3 ലഭിക്കുന്നത്. X3 Super Zoom എടുത്താൽ പ്രോസസ്സറിൻ്റെ കാര്യത്തിൽ നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് തോന്നുന്നത് Realme X3 തന്നെയാണെങ്കിലും, അല്ലെങ്കിൽ Realme X3 Super Zoom തന്നെയാണെങ്കിലും, നമുക്ക് ഡിസ്പ്ലേയുടെ കാര്യത്തിലോട്ട് വരുമ്പോൾ Realme X3നെക്കാളും ബെറ്റർ ആയിട്ട് നമുക്ക് നോഡ് തന്നെയാണ് തോന്നുന്നത്. ബാക്കിയുള്ള ഫീച്ചേഴ്സ് എല്ലാം ഏറെക്കുറെ സെയിം തന്നെയാണ്. ക്യാമറയുടെ കാര്യത്തിൽ ചിലപ്പോൾ നോഡ് തന്നെയായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ, കാരണം നമുക്ക് ഇതിൽ OIS സപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. X3യുടെ നോഡിൻ്റെയും വില തുടങ്ങുന്നത് 25,000 ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു നോർമൽ യൂസറിന് നോഡ് തന്നെയായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ഓപ്ഷൻ. പക്ഷേ ഒരു ഗെയിമർ ആണെങ്കിൽ നമുക്ക് X3 തന്നെയായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ഓപ്ഷനായിട്ട് വരും. ഇനി Redmi K20 Pro എടുക്കാം. Redmi K20 Proയിൽ നമുക്ക് ലഭിക്കുന്നത് Snapdragon 855 ആണ്. നമ്മുടെ നോഡിനെക്കാട്ടിലും കുറച്ചുകൂടെ ബെറ്റർ പ്രോസസ്സർ തന്നെയാണ്, കുറച്ചുകൂടെ മച്ച് പവർഫുൾ പ്രോസസ്സർ തന്നെയാണ് 855. ഡിസ്പ്ലേയുടെ കാര്യത്തിലോട്ട് വരുവാണെങ്കിൽ നമുക്ക് K20 Proനെക്കാട്ടിലും കുറച്ചുകൂടെ ബെറ്റർ ഡിസ്പ്ലേ നമുക്ക് നോഡിൽ തന്നെയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇതിൽ 90 Hz AMOLED ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. K20 Proയിൽ 60 Hz AMOLED മാത്രമേ ഉള്ളൂ. ക്യാമറയുടെ കാര്യം എടുത്ത് നോക്കിയാൽ രണ്ടിലും ഏറെക്കുറെ ഒരേപോലത്തെ റിസൾട്ട്സ് ആണ് നമുക്ക് ലഭിക്കാൻ സാധ്യത. പോരാത്തതിന് നമുക്ക് നോഡിൽ OIS സപ്പോർട്ട് ഉള്ളതുകൊണ്ട് കുറച്ചുകൂടെ ബെറ്റർ നൈറ്റ് ഷോട്ട്സ് ലഭിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ K20 Proയിൽ നമുക്കൊരു ഡെഡിക്കേറ്റഡ് ടെലിഫോട്ടോ ലെൻസ് ലഭിക്കുന്നുണ്ട് എന്നതൊരു പോസിറ്റീവ് തന്നെയാണ് K20 Proയ്ക്ക്. അപ്പോൾ രണ്ടും വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ Realme X3യുടെ കാര്യം പറഞ്ഞ പോലെ ഗെയിമിംഗ് ആണ് കുറച്ചുകൂടെ ബെറ്റർ പ്രിഫറൻസ് എങ്കിൽ നമുക്ക് Redmi K20 Pro ആയിരിക്കും കുറച്ചുകൂടെ മച്ച് പവർഫുൾ ഓപ്ഷൻ. ബാക്കി ഒരു നോർമൽ യൂസിന്, അതായത് ഒരു ഗെയിമിംഗ് ഒന്നും അത്രയ്ക്കില്ലാത്തൊരു യൂസിന് നോഡായിരിക്കും കുറച്ചുകൂടെ സെൻസിബിൾ ചോയ്സ് എന്ന് ഞാൻ പറയും. ബാക്കിയുള്ള കോമ്പറ്റീറ്റേഴ്സ് ആയിട്ട് ഞാൻ അങ്ങോട്ട് എടുത്ത് കമ്പയർ ചെയ്യുന്നില്ല. Samsung Galaxy A51 ആവട്ടെ, Vivo V19 ആവട്ടെ, Oppo Reno 2C ആവട്ടെ, ഇതിൻ്റെ പ്രൊസസ്സർ തന്നെ നോക്കിയാൽ തന്നെ അറിയാം നമുക്ക് Snapdragon 765G ആയിട്ട് അങ്ങോട്ട് എടുത്ത് കമ്പയർ ചെയ്യാൻ പോലും പറ്റാത്ത പ്രോസസ്സേഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളതിനെ അങ്ങോട്ട് സൈഡിലോട്ട് വയ്ക്കുന്നു. Vivo V19ൻ്റെ ക്യാമറ പക്ഷേ OnePlus Nordമായിട്ട് കമ്പയർ, അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടെ മികച്ചായിരിക്കാൻ സാധ്യതയുണ്ട്. സൈഡ് ബൈ സൈഡ് കമ്പയർ ചെയ്യേണ്ടി വരും. അപ്പോൾ കൺക്ലൂഷനോട്ട് കിടക്കുകയാണെങ്കിൽ ഈ ഫോൺ എങ്ങനെയുണ്ട്? ഈ ഫോൺ ഒരു കിടിലൻ ഓഫറിംഗ് തന്നെയാണ് OnePlus എന്ന ബ്രാൻഡിൽ നിന്നും. ഒരു പ്രീമിയം ബ്രാൻഡ് എന്ന നിലയിൽ നമുക്ക് കുറച്ചുകൂടെ ആക്സസിബിൾ ആയിരിക്കുകയാണ് OnePlus എന്ന ബ്രാൻഡ്. ഒരു OnePlus ഫാനിന് അല്ലെങ്കിൽ ഒരു OnePlus ബ്രാൻഡ് തന്നെ എടുക്കണം എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരാൾക്ക് എടുക്കാൻ പറ്റിയ കുറച്ചുകൂടെ ചീപ്പർ ഓപ്ഷൻ നമുക്ക് OnePlus Nordൽ ലഭിച്ചിരിക്കുകയാണ്. ഒരൊറ്റ കുഴപ്പമുള്ളൂ, ഇതിലെ ബേസ് വേരിയൻ്റായ 6 GB RAM 64 GB ഇന്റർണൽ സ്റ്റോറേജ് അത്രയ്ക്ക് അങ്ങോട്ട് പോരാ എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അതിൻ്റെ എന്താ പറയുക, ഈ ഒരു 2020 നമുക്ക് 64 GB ഒട്ടും പോരാത്തതിന് നമുക്ക് ഈ ഫോണിൽ എക്സ്പാൻഡബിൾ മെമ്മറി ലഭിക്കുന്നതുമില്ല. അപ്പോൾ 64 GB ഇന്റർണൽ സ്റ്റോറേജ് കൊണ്ട് ഒന്നും ആവാൻ പോകുന്നുമില്ല. അതിൻ്റെ കൂടെ ഈ പറയുന്ന ബേസ് വേരിയൻ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടും കൂടി ഇല്ല. സെപ്റ്റംബറിലെ ലോഞ്ച് ചെയ്യൂ എന്ന് പറയുന്നുണ്ട്. സെപ്റ്റംബർ ആദ്യമാണോ അവസാനമാണോ എന്നൊന്നും പറഞ്ഞിട്ടില്ല. സെപ്റ്റംബറിൽ ഏത് ഡേറ്റിൽ ലോഞ്ച് ചെയ്യും അല്ലെങ്കിൽ ഏത് ഡേറ്റിൽ അവൈലബിൾ ആവും എന്നും കൂടെ പറഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നത് ഇത് OnePlus ഇന്ത്യയിൽ ഹൈപ്പ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഇറക്കുന്ന ഒരു വേരിയൻ്റ് ആണ് 6 GB RAM 64 GB ഇന്റർണൽ സ്റ്റോറേജ് വേരിയന്റ്. ഇത് മിക്കവാറും ചിലപ്പോൾ ലിമിറ്റഡ് സ്റ്റോക്സ് ഒക്കെ ആയിരിക്കും എന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഫോൺ വാല്യൂ ഫോർ മണിയാണ്, തീർച്ചയായിട്ടും വാല്യൂ ഫോർ മണിയാണ്. ആ ഒരു ഹയസ്റ്റ് എൻഡ് വേരിയന്റ് 12 GB RAM 256 GB ഇന്റർണൽ സ്റ്റോറേജ് ഉള്ള വേരിയന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലഭിക്കാവുന്ന ഏറ്റവും വാല്യൂ ഫോർ മണി ഓപ്ഷനുകളിൽ ഒന്ന് തന്നെയാണ് ഒരു പ്രീമിയം ബ്രാൻഡിന്റെ കയ്യിൽ നിന്നും. അപ്പോൾ ഈ ഫോൺ വാങ്ങണം വേണ്ടി 30,000 രൂപയ്ക്കിടയിൽ എടുക്കാൻ പറ്റുന്ന മികച്ച ഫോണുകൾ ഒരെണ്ണം തന്നെയാണ് OnePlus Nord. പോരാത്തതിന് OnePlus Nordൽ ഉപയോഗിച്ചിരിക്കുന്ന Oxygen OS എന്ന് പറയുന്നത് ആൻഡ്രോയിഡിൽ ലഭിക്കാവുന്ന ഏറ്റവും മികച്ച കസ്റ്റം സ്കിന്നുകളിൽ ഒരെണ്ണം തന്നെയാണ്. ഈ ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് 30,000 രൂപയ്ക്ക് ലഭിക്കുക എന്ന് പറയുന്നത് നല്ലൊരു കാര്യം തന്നെയാണ്. പോരാത്തതിന് ബാക്കിയുള്ള കോമ്പറ്റീറ്റേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ OnePlus Nord എടുക്കാനുള്ള മെയിൻ ഒരു കാരണം Oxygen OS തന്നെയായിരിക്കും. അപ്പോൾ കൺക്ലൂഷൻ പറയുകയാണെങ്കിൽ OnePlus Nord എന്ന് പറയുന്നത് ഹൈപ്പ് മാത്രമല്ല, ആ ഹൈപ്പിനനുസരിച്ചുള്ള സാധനം നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. കുറച്ചൊരു ഓവർ പ്രൈസ്ഡ് ആയിട്ട് തോന്നുമെങ്കിലും ബാക്കിയുള്ള ബ്രാൻഡുകളനുസരിച്ച് കുറച്ചുകൂടി ഒരു പ്രീമിയം ബ്രാൻഡ് തന്നെയാണുള്ള OnePlus. അപ്പോൾ ആ ഒരു പ്രീമിയം ബ്രാൻഡിനുള്ള ഒരു പ്രീമിയം പ്രൈസിങ്ങും നമ്മൾ കൊടുക്കേണ്ടി വരും എന്നാണ് വെപ്പ്. എന്നിരുന്നാൽ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ നേരത്തെ പറഞ്ഞാൽ Oxygen OS എന്നത് ആൻഡ്രോയിഡിലെ ഏറ്റവും മികച്ച സ്കിന്നുകൾ ഒരെണ്ണം തന്നെയാണ്. ഏറ്റവും മികച്ച സ്കിന്ന് തന്നെ എന്ന് പറയേണ്ടി വരും. അപ്പോൾ ആ ഒരു റീസൺ മാത്രം മതി പലർക്കും
OnePlus Nord ഈ ഒരു വിലയ്ക്ക് എടുക്കാൻ. അപ്പോൾ അത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.